ഇന്ത്യ രാജ്യത്ത് യാതൊരു സായുധ സംഘടനകളും ഇല്ലാതെ ആരെയും ശാരീരികമായി വേദനിപ്പിക്കാതെ ആത്മീയ ചൈതന്യത്തിലൂടെ ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തി ജനങ്ങളെ സംസ്കരിച്ചെടുത്ത ഇന്ത്യയുടെ സുൽത്താൻ എന്ന് ആത്മീയ ലോകത്ത് അറിയപ്പെടുന്ന സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ അനുസ്മരിക്കുന്ന വളരെ അനുഗ്രഹീതമായ പരിപാടി നമ്മുടെ ദാറുൽ ഇർശാദിൽ വർഷം തോറും തുടക്കകാലം മുതലേ നടന്നു വരുന്നതാണ്. അല്ലാഹു തആല എല്ലാ അമലുകളും ഖബൂൽ ചെയ്യുമാറാകട്ടെ. മനുഷ്യന് ശരീരം, ആത്മാവ് എന്നിങ്ങനെ രണ്ട് ഘടകങ്ങൾ ഉണ്ടല്ലോ. ശരീരം എപ്പോഴും പല ആഗ്രഹങ്ങളിലേക്കും മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ അപകടത്തിൽ പോയി ചാടാതെ കൃത്യമായി അതിനെ നിയന്ത്രിച്ച് സംസ്കരിച്ച് വിജയത്തിലെത്തിക്കാനുള്ളതാണ് ആത്മീയമായ ചിന്തകൾ. ആ രംഗത്ത് പ്രവർത്തിച്ച ആരിഫീങ്ങളും ഔലിയാക്കളുമായ സാലിഹീങ്ങൾ അവരെ പിന്തുടർന്ന് ജീവിക്കാനാണ് ഖുർആനിലുടനീളം നമ്മെ ഉപദേശിച്ചിട്ടുള്ളത്. ആ നിലക്ക് ജീവിക്കാനുള്ള തൗഫീഖ് ലഭിക്കാൻ വേണ്ടിയാണ് എല്ലാ ദിവസവും വളരെ അദബോടെ ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നിങ്ങനെ നാം ദുആ ചെയ്യുന്നു. മഹാന്മാർ എപ്പോഴും അനുസ്മരിക്കപ്പെടേണ്ടവരാണ്. അവരെ അനുസ്മരിക്കുന്നത് നമുക്ക് ഈമാനും തഖ്വയും വർദ്ധിക്കാൻ കാരണമാണ്. സ്നേഹം എന്ന് പറയുന്നത് സ്നേഹിക്കപ്പെടുന്നവർ ആരാണോ അതനുസരിച്ച് അത് വലിയ പുണ്യകർമ്മമാകുന്നതും, അതേ സമയത്ത് സ്നേഹിക്കപ്പെടുന്നവർ അല്ലാഹുവിന്റെ ശത്രുക്കളാകുമ്പോൾ ആ സ്നേഹം വളരെ അപകടമാകുന്നതുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അഫ്ളലുൽ അഅ്മാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിക്കുക, അല്ലാഹുവിന്റെ പേരിൽ വെറുക്കുക, അത് അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മാണി ഉസ്താദ് അവറുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ മഹത്തായ സ്ഥാപനത്തെ സംബന്ധിച്ച് അതിനെ നിങ്ങളെല്ലാവരും ഹബ്ബ് വെക്കണം, സ്നേഹം കാണിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ മാനദണ്ഡം? ഈ സ്ഥാപനത്തിൽ വെച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലെ ആശയങ്ങൾ, തഫ്സീറുകൾ, ഖുർആനിലുള്ള കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾ, ഖുർആനിലുള്ള
സ്വഭാവ സംസ്കരണ അറിവുകൾ, ഖുർആനിലുള്ള ചരിത്രങ്ങൾ, അങ്ങനെ ഖുർആനിലുള്ള ഉലൂമുകൾ, അറിവുകൾ, അത് നമുക്ക് നമ്മുടെ പുതിയ തലമുറക്ക് കൈമാറുന്നു. അവരാണ് ഭാവിയിൽ ഇവിടെ ഇൽമും ദീനും നിലനിർത്തേണ്ടവർ. അങ്ങനെയുള്ള മുതഅല്ലിമീങ്ങളെ വളർത്തിയെടുക്കുന്നു. അതേപോലെ മറ്റ് ചെറിയ കുട്ടികളെ ദീനീ ചിട്ടയിൽ വളർത്തുന്നു. അതുകൊണ്ട് തന്നെ ഇത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രമാണ്. അതിനാൽ ദീനിനെ സ്നേഹിക്കുന്നവർ ഈ സ്ഥാപനത്തെ സ്നേഹിക്കണം, ഈ സ്ഥാപനത്തെ സഹായിക്കണം. ഉസ്താദ് അവറുകൾ അദ്ദേഹത്തിന്റെ പ്രായസമയത്ത്, അദ്ദേഹം വളരെ പ്രായമുള്ള ഒരാളാണ് എന്ന് ഉസ്താദിന്റെ മനസ്സിൽ തോന്നാതിരിക്കട്ടെ, നമ്മളെ മനസ്സിലും തോന്നാതിരിക്കട്ടെ. അങ്ങനെ തോന്നിയാൽ പിന്നെ ഒരു പണിയും നടക്കൂല. എപ്പോഴും ഞാൻ നല്ല യുവാവാണ് എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ആവേശവും ഉന്മേഷവും ഒക്കെ ലഭിക്കുക. എന്നാൽ ഉള്ള വയസ്സ് കുറയൂലല്ലോ. ഇനി തിരിച്ചു വിചാരിച്ചുകൊണ്ട് കൂടുകയില്ല, കുറയുകയില്ല. അല്ലാഹു തആല ഉസ്താദ് അവറുകൾക്കും നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്കും നമുക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ ദീർഘ ആയുസ് തഖ്വയോടുകൂടെ നൽകുമാറാകട്ടെ. ഉസ്താദ് അവറുകൾ വളരെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നാണ് ഈ സ്ഥാപനത്തെ സഹായിക്കണം എന്ന്, സ്നേഹിക്കണം എന്ന് നമ്മളോട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വർഷങ്ങളായി പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഏതോ ഒരു വർഷം ഒരിക്കൽ മിസ്സായി തോന്നുന്നുണ്ട്, എപ്പോഴെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എപ്പോഴും പങ്കെടുക്കണം എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അതിന് നമുക്കും ആഗ്രഹമുണ്ട്. അൽഹംദുലില്ലാ, ഇന്നിപ്പോ ഞാൻ ദുബായിൽ നിന്ന് രാത്രി ഇവിടുത്തെ ഏകദേശം ഒരു 1 മണി 1:30 മണി സമയത്ത് ഇവിടെ വരാൻ വേണ്ടി തന്നെ വന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റുമായി നിങ്ങളെ സമീപിക്കും. എല്ലാവർക്കും അറിയാം, വെള്ളം കോരാനല്ല. നിങ്ങളൊക്കെ നല്ല സംഭാവനകൾ കൊടുക്കണം. സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് മാത്രമേ അത് നടത്താനുള്ള പ്രയാസവും ബുദ്ധിമുട്ടും നടത്തുന്നവർക്കേ മനസ്സിലാവുള്ളൂ. സൈക്കിൾ ചവിട്ടിയിട്ട് പോകുന്നത് കണ്ടാൽ ഫോട്ടോ എടുക്കാൻ നല്ല രസമുണ്ടാവും, ചവിട്ടുന്നവനെ അത് ചവിട്ടാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവും. അതുപോലെ കാറിന്റെ ഉള്ളിൽ AC ഇട്ട് വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്നത് പുറത്തുനിന്ന് കാണുന്നവർക്ക് നല്ല രസമുണ്ടാവും. പക്ഷെ വണ്ടി ഓടിക്കുന്നവന് മാത്രമേ ആ വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ടും പ്രയാസവും, അതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവുള്ളൂ. ഒരു വണ്ടി ഓടിച്ചു പോകുമ്പോ മുന്നിൽ നന്നായി ശ്രദ്ധിക്കണം. ഏതെങ്കിലും സൈഡിലൂടെ ഏതെങ്കിലും വണ്ടിക്കാരൻ റോങ്ങിൽ കയറുന്നത് നോക്കണം. അങ്ങനെ ഇങ്ങോട്ട് ഒരാൾ റോങ്ങിൽ വന്ന് ഇടിക്കുന്നത് നോക്കണം. അതിലിടക്കൊരാള് അനധികൃതമായി മുറിച്ചു കിടക്കുന്നത് നോക്കണം. ബേക്കിൽ നിന്ന് വരുന്നതിനെ ശ്രദ്ധിക്കണം, മുന്നിൽ നിന്ന് വരുന്നതിനെ ശ്രദ്ധിക്കണം. എത്രയേ ശ്രദ്ധ വേണം ഒരു വണ്ടി ഓടിക്കുന്നവന്. അതിനേക്കാളെല്ലാം ശ്രദ്ധ വേണം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന ആൾക്ക്. കാരണം ഇതൊരു വണ്ടിയല്ല, കുറേ ആയിരങ്ങൾ കയറിപ്പോകുന്നൊരു വണ്ടിയാണ്. ഒരുപാട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ബന്ധപ്പെടുന്നതാണ്. സമൂഹം മൊത്തത്തിൽ കണ്ണു തുറിച്ചു നോക്കുന്നതാണ്. എവിടെ ഉണ്ടൊരു ചെറിയ ന്യൂനത ഇല്ലെങ്കിൽ പോലും ഉണ്ടാക്കി പറയാൻ എന്തുണ്ട് എന്ന് ചിന്തിക്കുന്ന കാലം. ഇന്നലെ ഞാൻ ദുബായിലുള്ളപ്പോ ഒരു വാട്സപ്പിൽ ഒരാൾ എഴുതിയത് കണ്ടു. അതിൽ പറയുന്നത് എന്താണ്, സിറാജുൽ ഹുദയുടെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ കേട്ടാ സിറാജുൽ ഹുദയാന്ന് മനസ്സിലാവും. ആ രൂപത്തിൽ എഴുതി കൊണ്ടുവന്നത് എന്താണ്, അതിൽ പറയുന്നത് സിറാജുൽ ഹുദയിൽ താടി വെക്കാൻ സമ്മതിക്കൂല, താടി പഠിക്കണമെന്ന് പറയുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു കാര്യം പറയുമ്പോൾ കുറച്ചെങ്കിലും ആളുകൾ വിശ്വസിക്കാൻ പറ്റുന്നത് പറയണ്ടേ. ഒരു നിലക്കും ആളുകൾ വിശ്വസിക്കാത്തത് പറയാൻ പാടില്ല.
കളവ് പറയുന്നവരും ദുഷ്പ്രചരണം നടത്തുന്നവരും കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞ ആളുകൾ വിശ്വസിക്കുന്ന ആദ്യം പറയണ്ടേ, ഇങ്ങനത്തെ പറയാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ക്ലിപ്പ് കേട്ടോണ്ടിരിക്കുകയാണ്, അത് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. എന്ത് ക്ലിപ്പ്? ആരെ ക്ലിപ്പ്? എന്തോന്ന് കേൾക്കുമ്പോഴേക്ക് ഏത് സ്ഥാപനങ്ങളെയും ഇടിച്ചു താഴ്ത്തി അതിന്റെ സംബന്ധിച്ച് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മനസ്സിൽ നിന്ന് അതിനെ നിർമാർജനം ചെയ്ത് അതിനെ നീക്കി ആ സ്ഥാപനത്തെ തകർക്കണം എന്നല്ലല്ലോ ചിന്തിക്കേണ്ടത്. മറിച്ച് അഥവാ ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ ന്യൂനത പരിഹരിക്കാൻ ആവശ്യമായ ആളുകളെ സ്വകാര്യം കണ്ട് പറഞ്ഞ് പരിഹരിക്കുക എന്നതിനപ്പുറം സ്ഥാപനങ്ങളെ ഇടിച്ചു താഴ്ത്തുന്ന വിധത്തിലുള്ള സംസാരങ്ങളും എഴുത്തുകളും ഒന്നും പാടില്ലല്ലോ. പഠിച്ചവൻ ഇതെല്ലാം കാണുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ വലിയ പ്രയാസമുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും അതിൽ പരമാവധി ശക്തി പകരുകയും പരമാവധി സഹായിച്ചു കൊടുക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫയായ അബുൽ അബ്ബാസ് അൽ മർസി റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ സാലിഹീങ്ങളിൽ വലിയ പ്രമുഖനാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഹാഫിദ് അദ്ദഹബിയെ പോലെയുള്ള വലിയ ചരിത്ര രംഗത്തും ഹദീസ് രംഗത്തുമൊക്കെ ഉന്നത സ്ഥാനത്തുള്ള പണ്ഡിതന്മാർ വളരെയേറെ പുകഴ്ത്തിപ്പറഞ്ഞ വലിയ മഹാനാണ്. ഹിക്കമിന്റെ മുസന്നിഫ് കൂടിയായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് താജുൽ അറൂസ് അൽ ഹാവി ലി തഹ്ദീബിൻ നുഫൂസ് എന്ന് പറയുന്ന ആത്മീയ രംഗത്ത് ഉപദേശം നൽകുന്ന ഒരു ചെറു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം കാഴ്ചയിൽ ചെറുതാണെങ്കിലും വളരെ പവിത്രമായ ഒരു ഗ്രന്ഥമാണ്. അതിന്റെ തുടക്കത്തിൽ തന്നെ മഹാനവറുകൾ പറയുന്നത് എന്താണ്? നമ്മളെപ്പോഴും അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ചവരായിരിക്കും. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയിക്കുന്നവരാകും. ആ വിജയം കൈവരിക്കാൻ ആവശ്യം എന്താണ്? വതൂബു ഇലല്ലാഹി ജമീഅ. നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. എന്റെ ഇന്നേ വരെയുള്ള ജീവിതത്തിൽ എനിക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലല്ലോ. എന്റെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ അല്ലാഹു പൊരുത്തപ്പെടാത്തത് പലതും സംഭവിച്ചു പോയല്ലോ എന്നുള്ള ഖേദത്താൽ അല്ലാഹുവിലേക്ക് മടങ്ങണം. അയ്യുഹൽ അബ്ദ്, ഓ അല്ലാഹുവിന്റെ അടിമയായ മനുഷ്യ, ഞാനും നിങ്ങളും എല്ലാവരും അല്ലാഹുവിന്റെ അടിമകളാണ്, ഉടമകളല്ല. നമുക്ക് ഒന്നിനും ഉടമസ്ഥാവകാശമില്ല. എന്റെ താടിയിലെ രോമങ്ങൾ ഞാൻ ആദ്യകാലത്ത് ഇവിടെ വരുമ്പോൾ ഉള്ളതുപോലെയല്ല. ഇപ്പോൾ രോമങ്ങളെല്ലാം വെളുത്തുപോയി. കാരണം ഞാൻ അടിമയാണ്, ഉടമസ്ഥനല്ല. ഉടമസ്ഥനായിരുന്നുവെങ്കിൽ എന്റെ താടിയിലെ രോമങ്ങൾ എന്റെ ഉടമസ്ഥതയിലായിരുന്നുവെങ്കിൽ ഞാൻ അറിയാതെ അതിന്റെ കളർ മാറില്ലായിരുന്നു, ഞാൻ അതിന് സമ്മതിക്കില്ലായിരുന്നു. അത് കറുത്ത നിലക്ക് തന്നെ നിൽക്കലാണ് എന്റെ താല്പര്യം. പക്ഷേ എന്റെ താടിരോമത്തിൽ എനിക്ക് അധികാരമില്ല, ഉടമസ്ഥതയില്ല. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. എന്റെ രോമങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ അടിമത്വത്തിന് കീഴിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതല്ലാതെ എന്റെ ശരീരത്തിലോ
എന്റെ മനസ്സിലോ എന്റെ ഒരു കാര്യത്തിലും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെ രഹസ്യവും പരസ്യവും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലാഹു നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ അവന്റെ സൂര്യന്റെ വെളിച്ചം അനുഭവിച്ച് അവൻ തന്ന നിഅ്മത്തുകൾ അനുഭവിച്ചു. ആ റബ്ബ് 24 മണിക്കൂർ എന്റെ മുമ്പിൽ സൂര്യനെ ഉദിപ്പിച്ചിട്ടില്ല, സൂര്യനെ നിലനിർത്തിയിട്ടില്ല. എനിക്ക് വിശ്രമിക്കാൻ, എനിക്ക് കിടന്നുറങ്ങാൻ, എനിക്ക് എന്റെ ക്ഷീണം തീർക്കാൻ എന്റെ റബ്ബ് സൂര്യന്റെ വെളിച്ചമില്ലാത്ത സമയം എനിക്ക് തന്നിട്ടുണ്ട്. അതാണല്ലോ എന്റെ രാത്രി. അതേസമയം എല്ലാ സമയവും ഇരുട്ടിലാക്കി എന്റെ ജീവിതത്തിന്റെ കർമ്മങ്ങൾ, എന്റെ ജീവിതത്തിന്റെ പദ്ധതികൾ, എന്റെ തൊഴിലുകൾ, എന്റെ ബിസിനസ്സുകൾ, എന്റെ അധ്യാപനങ്ങൾ, എന്റെ മറ്റു പ്രവൃത്തികൾക്ക് വെളിച്ചം കിട്ടാതെ ഞാൻ ഇരുട്ടിലായി പോയിട്ടില്ല. എനിക്ക് വെളിച്ചമുള്ള സമയം വേറെ അള്ളാഹു സംവിധാനിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ രാത്രിയും പകലും എനിക്ക് അള്ളാഹു സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് വെള്ളവും ഭക്ഷണവും എന്റെ റബ്ബ് സംവിധാനിച്ചു തന്നിട്ടുണ്ട്. അത് ഏതെല്ലാം രുചിയുള്ള ഭക്ഷണങ്ങൾ, ഏതെല്ലാം രുചിയുള്ള പാനീയങ്ങൾ. സുബ്ഹാനല്ലാഹ്, അതിൽ മരങ്ങളിൽ നിന്ന് ലഭിക്കുന്നതുണ്ട്. നമ്മൾ പല സ്ഥലത്തും കയറി ചെല്ലുമ്പോ പൊണ്ടം ഇളനീര് തരും, അത് തെങ്ങിൽ നിന്ന് ലഭിക്കുന്നതാണ്. വേറൊരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ മാംഗോ ജ്യൂസ് തരും, അത് വേറെ ഒരു മരത്തിൽ നിന്നാണ്. മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കരിമ്പ് ജ്യൂസ് തരും, അത് വേറെ ഒരു സസ്യത്തിൽ നിന്നാണ്. മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ മുന്തിരിങ്ങ ജ്യൂസ് തരും, അത് മറ്റൊരു സസ്യത്തിൽ നിന്നാണ്. അതിന്റെ അപ്പുറത്ത് ചെല്ലുമ്പോൾ പൈനാപ്പിൾ ജ്യൂസ് തരും. അങ്ങനെ ഓരോന്നും എത്രയെത്ര പാനീയങ്ങളാണ് എന്റെ റബ്ബ് എനിക്ക് സംവിധാനിച്ചു തന്നിട്ടുള്ളത്. ഭക്ഷണത്തിലിരിക്കുമ്പോൾ ഇന്ന് നാസ്ത കഴിക്കാനിരുന്നപ്പോ 3 തരം വസ്തുക്കൾ, അരി തന്നെ, പക്ഷേ 3 തരം, അല്ലെങ്കിൽ 2 തരം, അല്ലെങ്കിൽ 4 തരം. എന്തെല്ലാം അരികളാണ്! അരിയുടെ അപ്പുറത്ത് ഗോതമ്പും പയറും, അങ്ങനെ ഒരുപാട് ധാന്യങ്ങൾ വേറെ. മറ്റൊരു ഭാഗത്ത് സുബ്ഹാനല്ലാഹ് മത്സ്യങ്ങൾ. എല്ലാ മത്സ്യവും ഒരേ രുചിയല്ല, വിവിധങ്ങളായ രുചിയുള്ള ചെറുതും വലുതുമായ ഒരുപാട് മത്സ്യങ്ങൾ. മാംസത്തിലേക്ക് കടക്കുമ്പോ കോഴിയുടെ രുചി ഒന്ന് വേറെ, ആടിൻ്റെത് വേറെ, അതേ സമയത്ത് ബീഫൊന്ന് വേറെ. അതുപോലെ മറ്റ് സാധനങ്ങൾ, മാന്, അതുപോലെയുള്ള മറ്റു വസ്തുക്കൾ, ഓരോന്നിന്റെയും രുചി വേറെ. എത്രയെത്ര മാംസമാണ്, എത്രയെത്ര ധാന്യങ്ങളാണ്, എത്രയെത്ര ഫ്രൂട്ട്സുകളാണ്, അതിൽ തന്നെ ഏതെല്ലാം വിധത്തിലുള്ളതാണ്. സുഹൃത്തുക്കളെ, എന്തെല്ലാം എന്തെല്ലാം തന്നവനാണ് എന്റെ റബ്ബ്. എനിക്ക് ഓരോ സെക്കൻഡിലും ഓക്സിജൻ തരുന്ന റബ്ബ്, എനിക്ക് വെള്ളവും ഭക്ഷണവും തരുന്ന റബ്ബ്, എനിക്ക് ഹാർട്ടും കിഡ്നിയും തരുന്ന റബ്ബ്, തന്നിട്ടുള്ള റബ്ബ്, എനിക്ക് കരളും ബ്രെയിനും തന്ന റബ്ബ്, എനിക്ക് ശ്വാസകോശവും അന്നനാളവും, അതേ ചെറുകുടലും വൻകുടലും ഒക്കെ തന്ന റബ്ബ്, കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ ആവശ്യമായ സംവിധാനം തന്ന റബ്ബ്, ദഹിച്ചു കഴിഞ്ഞാൽ മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളാനുള്ള സംവിധാനം തന്ന റബ്ബ്, അത് തന്നെ അതിന് പറ്റിയ സ്ഥലം എത്തുന്നത് വരെ കാത്തു സൂക്ഷിക്കാനുള്ള ടാങ്കിയും കൂടി എന്റെ ശരീരത്തിൽ സൃഷ്ടിച്ചു തന്ന റബ്ബ്. അങ്ങനെ തുടങ്ങിയിട്ട് ആ റബ്ബിന്റെ നിഅമത്തുകൾ പറഞ്ഞാൽ തീരുമോ? ആർക്കെങ്കിലും പറഞ്ഞു തീർക്കാൻ കഴിയുമോ? അതെല്ലാം തന്ന റബ്ബിന്റെ ഭൂമിയിൽ അവൻ കാണുന്ന വിധത്തിൽ, അവന്റെ അധികാരത്തിന് കീഴിൽ അവൻ ഓരോ സെക്കൻഡിലും തരുന്ന അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞാൻ
അവന്റെ കൽപ്പനകൾക്കെതിരായി ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ അത് വലിയ ധിക്കാരമല്ലയോ? അവൻ വിരോധിച്ചത് ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റല്ലയോ? അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ കടപ്പാട് എൻ്റെ റബ്ബിന്റെ കാരുണ്യം കൊണ്ട്, അവൻ വലിയ കാരുണ്യമുള്ള റബ്ബാണ്. എന്ത് തെറ്റ് ചെയ്തിട്ടും എന്നെ പെട്ടെന്ന് ശിക്ഷിച്ച് നടപടിയെടുക്കുന്നില്ല. വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്. തെറ്റുകൾ ഞാൻ പലതും ചെയ്തിട്ടും എന്നെ ശിക്ഷിക്കുന്നില്ല, എന്നെ നശിപ്പിക്കുന്നില്ല. വീണ്ടും വീണ്ടും എനിക്ക് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങാൻ അവസരം നൽകുകയാണ്. അങ്ങനെ വല്ലാത്ത കാരുണ്യമുള്ള റബ്ബ്, ആ റബ്ബ് എന്നെയും നിങ്ങളെയും വിളിച്ച് ഉപദേശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. ഓ വിശ്വസിച്ച ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചവരല്ലേ? അവന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചവരല്ലേ? അല്ലാഹുവും റസൂലും വാഗ്ദത്തം ചെയ്തത് ലഭിക്കുമെന്നും അല്ലാഹുവും റസൂലും താക്കീത് ചെയ്തത് സംഭവിക്കുമെന്നും ഉറപ്പിച്ചവരല്ലേ? ഈ ഭൗതിക ലോകത്തിനപ്പുറം ഒരു പാരത്രിക ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ? എങ്കിൽ അയ്യുഹൽ മുഅ്മിനൂൻ, ഈമാനുള്ളവരെ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുവീൻ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയികളാകാം, നിങ്ങൾക്ക് യഥാർത്ഥ വിജയം കൈവരിക്കാം. ഇവിടെയുള്ള വിജയങ്ങളോ, ഇവിടെയുള്ള പണമോ, ഇവിടെയുള്ള ആദരവോ, ഇവിടെയുള്ള സ്ഥാനമോ അതിനൊന്നും നിലനിൽപ്പില്ല. അതെല്ലാം തീർന്നു പോകുന്നതാണ്. അല്ലാഹുവിന്റെ അടുക്കലുള്ളത് നിലനിൽക്കും, നിങ്ങളടുക്കലുള്ളതൊന്നും തന്നെ ഇവിടെ നിലനിൽക്കുന്നതല്ല. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുകയാണ്, ഇമാം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ആത്മീയ സംസ്കരണത്തിന് വേണ്ടി രചിച്ച താജുൽ നറൂസ് എന്ന ഗ്രന്ഥത്തിൽ ആദ്യമായി തന്നെ കൊടുക്കുന്ന 2 ആയത്തുകളിൽ ഒന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. രണ്ടാമത് മഹാനവർ ഉദ്ധരിക്കുകയാണ്, വഖാല തആല ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അല്ലാഹു പ്രിയം വെക്കുന്നവരുണ്ട്. ലോകത്തിന്റെ മുഴുവനും നാഥനായ, ഉടമസ്ഥനായ, അധിപനായ, ഖാലിഖായ, മാലിക്കായ റബ്ബ്, ആ റബ്ബ് സ്നേഹിക്കുന്നത് ആരെയാണ്? ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. ധാരാളമായി പടച്ചവനിലേക്ക് മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങുന്ന ആളുകൾ, അവരോട് റബ്ബിന് വലിയ തൃപ്തിയാണ്. വയുഹിബ്ബുൽ മുതത്വഹിരീൻ, ശുദ്ധിയുള്ളവർ, അഥവാ മനസ്സിൽ അഹങ്കാരമില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല. അതിന്റെ പുറമെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്നവർ. ഏറ്റവും വലിയ ശുദ്ധീകരണമാണ് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുക എന്നത്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ശേഷം മഹാനവറുകൾ ഉദ്ധരിക്കുകയാണ്, വഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 70 മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്ത ആളാണല്ലോ, ഒരു തെറ്റും തന്നെ ചിന്തിക്കാത്ത വ്യക്തിയാണല്ലോ. കുട്ടിക്കാലത്താണെങ്കിലും ശരി, വലുതായതിനു ശേഷമാണെങ്കിലും ശരി, ചെറുതോ വലുതോ ആയ ഒരു തെറ്റും ഒരിക്കലും സംഭവിക്കാത്ത അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ്, നിശ്ചയമായും ഞാൻ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. ഫിൽ യൗമി 70 മറ, ഒരൊറ്റ ദിവസം 70 തവണ.
അതേപോലെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ 100 തവണ എന്നുണ്ട്. ഏതായിരുന്നാലും എത്രയോ തവണ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു, തെറ്റൊന്നും ചെയ്യാതെ തന്നെ. എങ്കിൽ ഈ പാവപ്പെട്ട ഞാൻ എത്രേ റബ്ബിനോട് മാപ്പ് പറയണം, എത്രേ ഞാൻ എന്റെ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങണം, ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ എത്ര താഴ്മയോടെ മാപ്പ് ചോദിക്കണം. ഈ ഒരു ചിന്ത നമ്മുടെ ഖൽബിൽ വേണം. രണ്ടാമതായി മഹാനവറുകൾ പറഞ്ഞു, ഫൈൻ അറത്ത തൗബത, നീ തൗബ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫയംബഗീ ലക, നിനക്ക് അത്യാവശ്യമാണ് അല്ലാ തഖ്ലുവ മിന തഫക്കുരി തൂല ഉംരിക, നിന്റെ ആയുസ് കാലം മുഴുവനും നീ ചിന്തയിൽ ഉണ്ടായിരിക്കണം, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഫതഫക്കർ ഫീമാ സനഅത ഫീ നഹാരിക, നിന്റെ പകലുകളിൽ നീ എന്താണ് പ്രവർത്തിച്ചതെന്ന് നീ ചിന്തിക്കണം. നിന്റെ പകലുകളിൽ നീ പടച്ച റബ്ബിന് പുണ്യകർമ്മം ചെയ്തതായി നീ ചിന്തിക്കുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഞാൻ വലിയ ഇബാദത്തുകാരനാണെന്നോ, ഞാൻ ഒരുപാട് പുണ്യം ചെയ്തെന്നോ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഫസ്കുരില്ലാഹ തആല അലൈഹാ, ആ പുണ്യം ചെയ്യാൻ നിനക്ക് കഴിവ് തന്നതാരാണോ, ആ പുണ്യം ചെയ്യാൻ നിന്റെ ഖൽബിൽ തോന്നിപ്പിച്ചതാരാണ്, അത് ചെയ്യാനുള്ള ശാരീരിക ശേഷി തന്നതാരാണ്, അത് ചെയ്യാനുള്ള അവസ്ഥകളും അവസരങ്ങളും തന്നതാരാണ്, അതിനുള്ള ആരോഗ്യം തന്നതാരാണ്, അതിന് ആയുസ് തന്നതാരാണ്, അതിനുവേണ്ടി നിനക്ക് ഊർജം നൽകാൻ ഭക്ഷണവും വെള്ളവും തന്നതാരാണ്. എല്ലാം യജമാനനായ റബ്ബ് തന്നതല്ലയോ. അതിനാൽ ഫസ്കുരില്ലാഹ തആല അലൈഹാ, പുണ്യകർമ്മം ചെയ്യാൻ അവസരം കിട്ടിയതിൽ നീ റബ്ബിന് നന്ദി ചെയ്യണം. വൈം വജത്ത മഅസിയതൻ, ഞാൻ എന്തൊക്കെയാണ് ഇന്ന് ചെയ്തു കൂട്ടിയതെന്ന് നീ ചിന്തിക്കുമ്പോൾ നീ കളവ് പറഞ്ഞു പോയത് നിന്റെ മനസ്സിൽ ഓർമ്മയാവുകയാണ്, നീ മറ്റൊരാളെ കുറ്റം പറഞ്ഞു പോയത് മനസ്സിൽ ഓർമ്മ വരികയാണ്, നീ ചീത്ത വിളിച്ചു പോയത് മനസ്സിൽ ഓർമ്മ വരികയാണ്, അതുപോലെ പലതും തെറ്റായത് ചെയ്തത് ഓർമ്മ വരികയാണ്, കൽപ്പിക്കപ്പെട്ട പലതും ഒഴിഞ്ഞു പോയത് ഓർമ്മ വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഫവബ്ബിഖ് നഫ്സക, നിന്റെ ശരീരത്തെ നീ ആക്ഷേപിക്കണം, നിന്റെ ശരീരത്തെ നീ കുറ്റപ്പെടുത്തണം. അലാ ദാലിക, അങ്ങനെ സംഭവിച്ചു പോയതിന്റെ പേരിൽ എന്തിന് നീ അത് ചെയ്തു എന്ന് ശരീരത്തെ നീ ചോദ്യം ചെയ്യണം. വസ്തഗ്ഫിരില്ലാഹ വതുബ് ഇലൈഹി, എന്നിട്ട് യജമാനനായ റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് നീ തൗബ ചെയ്യണം, റബ്ബിനോട് മാപ്പ് പറയണം. ഫഇന്നഹു ലാ മജ്ലിസ മഅല്ലാഹി അൻഫഉ ലക മിൻ മജ്ലിസിൻ തുവബ്ബിഖു ഫീ നഫ്സക, നിന്റെ ശരീരത്തെ നീ ആക്ഷേപിക്കുന്ന ഒരു സദസ്സ് അതിനേക്കാൾ പടച്ച റബ്ബിന്റെ അടുക്കൽ നിനക്ക് ഉപകരിക്കുന്ന വേറെ ഒരു മജ്ലിസ് ഇല്ല.